ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? അത് ഗൈസ്, ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പോകുന്നത് ഞാനും അമ്മയും ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. റെൻറ്റഡ് ഔട്ട്ഫിറ്റ് നോക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയത് തൊടുപുഴ വെക്കല്ലൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് പാലായ്ക്ക് പോകുന്ന റൂട്ട് സൂഡ്ലൂമിലേക്കാട്ടോ പോയത്. വോയിസ് ഓവർ കൊടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഫാമിലിയാണ് കൂടുതലുള്ളത്, അറിയാലോ. ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്താനേ, പക്ഷേ ഇത് വോയിസ് ഓവർ കൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കുറേ ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലൊക്കെ തപ്പി കുറേ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. നമ്മളത് ഇട്ട് നോക്കി ഔട്ട്ഫിറ്റ് നമുക്ക് ചേരുമെന്ന് അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഔട്ട്ഫിറ്റും ഒന്ന് ഇട്ട് നോക്കുക, ഏതാണ് അവന് സൂട്ടാവുന്നത് അത് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇട്ട് നോക്കിയത് ഈ ബ്ലാക്ക് ഡ്രസ്സാട്ടോ. ഒരു കാര്യം പറയാം, എനിക്കവനെ ഇട്ട എല്ലാ ഡ്രസ്സും ഇഷ്ടം കേട്ടോ. കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എനിക്ക് എൻ്റെ ചേട്ടൻ പൊളിയാണ്. അപ്പം അവന് ഇട്ട് നോക്കിയിട്ട് ഓരോന്നും ഇട്ട് നോക്കിയിട്ട് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അവന് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ എനിക്കിഷ്ടമായി. ഓവർ ബ്ലാക്ക് ഒന്നും അല്ല, പക്ഷേ ഒരു ആഡംബര ലുക്കൊക്കെ ഇല്ലേ, അപ്പം അതെനിക്കിഷ്ടമായി. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പം അവർക്കൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ അവനൊട്ടും ഓക്കെ അല്ലായിരുന്നു. ഈ ക്രീം കളറും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എന്തോ അത് അവനത്ര ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ബ്ലൂ ഇതും ഇഷ്ടമായി, പക്ഷേ ഇത് ഞാൻ വേണ്ടാന്ന് വെച്ചത് കല്യാണത്തിൻ്റെ ഒരു ലുക്ക് വരുമ്പോൾ ഇതും സെയിം ലുക്ക് ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അലക്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അലക്സ് നമ്മുടെ ഫ്രണ്ടാട്ടോ. അപ്പോൾ അവൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോസ്റ്റ് ചെയ്യുന്നതാണ്, യൂട്യൂബ് ചാനലിലേക്കാന്ന് പറഞ്ഞപ്പോൾ ഓടി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഓരോ ഡ്രസ്സും ഇട്ട് നോക്കി. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഇതിന് അഭിപ്രായങ്ങളൊന്നും പറയാൻ അറിയില്ലാത്തതുകൊണ്ട് അമ്മ മാറി നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇവനിട്ട് എല്ലാ ഡ്രസ്സും എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്ന് മാറ്റി പറയുകയാണ്, എനിക്ക് ഈ ഡ്രസ്സ് ഒട്ടും ഇഷ്ടമായില്ല. എന്തോ എനിക്ക് അത് അവനിട്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നിയില്ല. പാൻസും കാര്യങ്ങളും വൈറ്റ് പാൻറ്റായിട്ടാണ് വരുന്നത്. പക്ഷെ കൂടെ വന്നവർക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അവന്മാർ ഇത് മതി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബ്രദറിനും ഈ ഡ്രസ്സ് ഇഷ്ടമായി, പക്ഷേ നമ്മൾ ചേച്ചിയുടെ ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ചായി പോകും. ചേച്ചി ഒരു മെറൂൺ കളർ ഡ്രസ്സാണ് ഇടുന്നത്, അപ്പം മാച്ചായി പോകും. പക്ഷേ എങ്കിലും എനിക്കിഷ്ടമായില്ല. അപ്പോൾ എന്തായാലും കടയിൽ വന്നാലേ നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റും ഇട്ട് നോക്കാം എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ ഈ ലോങ് കുർത്തയാണോ ഷർവാണിയോ എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്കും ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല, അപ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പം എനിക്ക് ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. വീട്ടിലേക്ക് അയച്ചു കൊടുത്തപ്പം അവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി അടുത്ത് നമ്മൾ ഏതാ ഡ്രസ്സ് എടുത്തതെന്നുള്ള കാര്യം എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത് നമ്മൾ പോയത് തൊടുപുഴ TDMയിലേക്കാണ് ഷൂ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ കയറി വന്നപ്പോഴേ ഓൾറെഡി അവർ ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഇത് വെറുതെ ഇട്ട് നോക്കുന്ന കേട്ടോ. അവിടെ ഒരു ഷൂ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ കൂടെ വന്നവനും ഷൂ ഇട്ട് നോക്കുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇപ്പോഴത്തെ ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി നോക്കി ചിരിക്കുക, തടി ഷേപ്പാക്കുക, ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഡ്രസ്സും ഷൂ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ പോയത് ഒരു ഫർണിച്ചർ ഷോപ്പിലേക്കാട്ടോ. അപ്പം വീടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. അതിലേക്ക് ഫർണിച്ചർ വാങ്ങുന്നത് പറയുന്നത് ഏറ്റവും വലിയ വീട് പണിയേക്കാൾ കൂടുതൽ ചിലവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സോഫയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെയും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ തോറും കയറി ഇറങ്ങി ഫർണിച്ചർ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. ബൈ.